UDF வேட்பாளர் டீன் குரியாக்கோஸின் தேர்தல் பிரச்சாரத்தின் பாகமாக மூணாரில் UDF தேர்தல் கன்வென்ஷன் நடைபெற்றது. UDF மாவட்ட கன்வீனர் MJ ஜேக்கப் கன்வென்ஷனை துவக்கி வைத்தார். இடுக்கி பாராளுமன்ற தொகுதி UDF வேட்பாளர் அட்வொகேட் டீன் குரியாக்கோஸின் தேர்தல் பிரச்சாரத்தின் பாகமாக மூணாரில் தேர்தல் கன்வென்ஷன் நடைபெற்றது. மூணார் காங்கிரஸ் மண்டலம் கமிட்டியின் தலைமையில் கன்வென்ஷன் நடைபெற்றது. மூணார் பஞ்சாயத்து கம்யூனிட்டி ஹாலில் கன்வென்ஷன் நடைபெற்றது. கன்வென்ஷனுக்கு முன்னோடியாக UDF வேட்பாளர் டீன் குரியாக்கோஸின் ரோட் ஷோவும் மூணார் டவுனில் நடைபெற்றது. தொடர்ந்து நடைபெற்ற மண்டலம் கன்வென்ஷனில் மூணார் காங்கிரஸ் மண்டலம் தலைவர் C. நெல்சன் தலைமை வகித்தார். UDF ഇടുക്കി മാവട്ട കൺവീനർ പ്രൊഫസർ MJ ജേക്കബ് കൺവെൻഷനെ തുവക്കി வைத்தார். ഒരു ഭാഗത്ത് ഇടതു ഭാഗത്തും ഈ സംസ്ഥാനത്തെ കഴിഞ്ഞ 7 വർഷക്കാലമായി ഭരിച്ച് നശിപ്പിച്ച് സാർവത്രിക മേഖലയിലും അരക്ഷിതാവസ്ഥ രൂപപ്പെടുത്തിയ ഇടതുപക്ഷ മുന്നണിക്കെതിരെ പിണറായി ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടമാണ്. മറുഭാഗത്തും ഇന്ത്യൻ ജനാധിപത്യത്തിനും ദേശീയതയ്ക്കും ഭീഷണി ഉയർത്തിക്കൊണ്ട് ഫാസിസ്റ്റ് പ്രവണതയുമായി ഏകാധിപത്യ പ്രവണതയുമായി ഭരണരംഗത്ത് നിൽക്കുന്ന BJPക്കും മോഡി സർക്കാരിനും എതിരെയുള്ള പോരാട്ടമാണ്. முன்னாள் MLA AK மணி நிகழ்ச்சியில் முக்கிய உரையாற்றினார். UDF தேவிகுளம் சட்டமன்ற தொகுதி கன்வீனர் OR சசி, மாவட்ட காங்கிரஸ் கமிட்டி செயலாளர் G. முனியாண்டி, பிளாக் காங்கிரஸ் தலைவர் S. விஜயகுமார், INTUC ரீஜனல் தலைவர் D. குமார், இந்தியன் முஸ்லீம் லீக் மாவட்ட துணைத் தலைவர் KM காதர் குஞ்சு மற்றும் ஏராளமான தொண்டர்களும் UDF தலைவர்களும் பங்கெடுத்தனர். ഡീൻ കുര്യാക്കോസിനെ പൗരത്വ കാര്യമുണ്ടോ? ഡീൻ കുര്യാക്കോസിന് ബ്യൂട്ടി പാർലറിൽ പോകേണ്ട കാര്യമുണ്ടോ? ഡീൻ കുര്യാക്കോസിന് സൗന്ദര്യമുണ്ട്. ഡീൻ കുര്യാക്കോസിന് സൗന്ദര്യമുണ്ടായത് എങ്ങനെയാ? ഡീൻ കുര്യാക്കോസിന്റെ മാതാപിതാക്കൾക്ക് സൗന്ദര്യമുള്ളത് കൊണ്ടാണ് ഡീൻ കുര്യാക്കോസിന് സൗന്ദര്യമുണ്ടായത്. അത് മണി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, മണിയുടെ അപ്പൻ നല്ല ചക്കുക്കുരു പോലെ ഇരുന്നയാളാണല്ലോ മാധവശാന്തി, അല്ലേ? മണി നല്ല ചക്കുക്കുരു പോലെയാ മണിയുടെ അപ്പം മാധവശാന്തി ഇരുന്നത്. പിന്നെ എങ്ങനെയാ ഈ മാധവശാന്തിയുടെ മകൻ മണി ഈ ചുട്ട കശുവണ്ടി പോലെയായി പോയത് എന്ന് നിങ്ങൾ ആലോചിക്കേ. അയാളെ കണ്ട ചുട്ട കശവണ്ടിയുടെ മുഖത്ത് നോക്കുന്നത് പോലെയാ. അതിന് ഡീനിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഡീനിന്റെ മാതാവ് പ്രസവിച്ചത് നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില ഡീനിനെ പ്രസവിച്ചത്. മണിയായി ഏതാണ്ട് പാറമടയില 8-10 പ്രസവിച്ചു മണിയുടെ അമ്മ. 5-6 പേരെ ജീവിച്ചിരിപ്പുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പട്ടിണി കിടന്ന് മരിച്ചുപോയി. ഡി കുമാർ നല്ല കുടുംബത്തിലാണ് ജനിച്ചത്. നല്ല വിദ്യാഭ്യാസം കൊടുത്തു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.